AK ബാലൻ വേവലാതിപ്പെട്ടു. ഈ ചിഹ്നം നഷ്ടപ്പെട്ടാൽ ഈനാമ്പേച്ചി മരപ്പട്ടിയും ചിഹ്നമാകേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞത് അങ്ങനെ പോയാൽ ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കാം എന്ന് നിങ്ങളെ ആക്ഷേപിച്ച് പറയേണ്ടതായിട്ട് തോന്നുന്നു. പാർട്ടി ആക്ഷേപിച്ച് പറയേണ്ടതായിട്ട് അത്തരത്തിൽ നിങ്ങൾ ബോംബ് നിർമ്മാണം ബഹുമാന്യ മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം, കണ്ണൂർ ജില്ലയിൽ ഇത്തരം സംഭവങ്ങൾ, ഗുരുതരമായ സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെയും അങ്ങയുടെയും എൻ്റെയും ജില്ലയാണ് കണ്ണൂർ ജില്ല. ആവർത്തിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കേരള നിയമസഭയുടെ വേദിയിൽ സമ്മതിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു. തലശ്ശേരിയിലെ സംഭവം ഒറ്റപ്പെട്ടതല്ല. ഇവിടെ വേലായുധന് 85 വയസ്സ് കഴിഞ്ഞ ഒരു പാവപ്പെട്ടയാണ്. മോഹൻദാസിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പൂട്ടിക്കിടക്കുന്നതാണ്. മോഹൻദാസിനെ നമുക്കറിയാം, പലർക്കും അറിയാവുന്നതാണ്. ചെറുപ്പകാലത്തെ KSU പ്രവർത്തകനാണ്. പ്രസിഡന്റ് പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഭാര്യ വേറൊരു വീട്ടിലാണ്. ആ വീട് പൂട്ടിക്കിടക്കുന്നു. അതിനടുത്ത് കർഷക സംഘത്തിൻ്റെ ഓഫീസുണ്ട്, പഞ്ചായത്ത് ഓഫീസുണ്ട്. അവിടെ ബോംബ് കൊണ്ട് വെച്ചതാണ്. അദ്ദേഹം ഈ പറമ്പിൽ തേങ്ങ വറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കയറി ഈ സ്റ്റീല് സാധനം കിട്ടുന്നു. അതെന്താണെന്ന് അറിയാതെ ഒരു സാധാരണക്കാരൻ 85 വയസ്സുകാരൻ അത് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. അത് സ്ഫോടനമായി അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്ക് പറ്റി. അദ്ദേഹം മരണപ്പെടുന്നു. ഒറ്റപ്പെട്ട സംഭവമല്ല. അതിനുശേഷം പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ഇതവിടെ കൊണ്ടുവച്ച ആളുകൾ തന്നെ സംഭവ സ്ഥലം വളഞ്ഞ് അവിടെ ബാക്കി എന്തെങ്കിലും അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ, കൂടുതൽ ബോംബുകളുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് മാറ്റി, ഉടച്ചു മാറ്റി തെളിവുകൾ നശിപ്പിച്ചതിന് ശേഷമാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നത്. പല സ്ഥലത്ത് നടക്കുന്നതാണ്. 2 വർഷം മുൻപ് ഇതേ നിയമസഭയിൽ ഇതേ മുഖ്യമന്ത്രിയുടെ മുൻപാകെ ഞാൻ തന്നെ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ചാവശ്ശേരിയിൽ ആസാം സ്വദേശികളായ യാക്രി സാധനങ്ങൾ പെറുക്കി വിറ്റ് ജീവിക്കുന്ന ആളുകൾ 2 പേര്, അവർക്ക് 45 വയസ്സുകാരൻ, മകൻ 20 വയസ്സുകാരൻ, ഇവർക്ക് 2 പേർക്കാണ് ഗുരുതരമായിട്ട് ഒരു സാധനം കിട്ടി, സ്റ്റീൽ ഒരു സാധനം കിട്ടി മാത്രം. അതവരെന്താണെന്ന് അറിയാതെ അവർ പൊട്ടിച്ചു നോക്കി, വലിയ സ്ഫോടനം ഉണ്ടായി. 2 പേര് സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. മറ്റൊരു സഹോദരനുണ്ടായിരുന്നു. ഈ മൃതശരീരം കൊണ്ടാണ് അദ്ദേഹം ആസാമിലേക്ക് പോയത്. ഈ സഭയിൽ ഞാൻ അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിച്ചപ്പോഴാണ് ഇതേപോലെ ഏതാണ്ട് ഒരു മറുപടിയാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. എത്രയെത്ര സംഭവങ്ങൾ അന്നും ചൂണ്ടിക്കാട്ടിയ സംഭവങ്ങളാണ്. തില്ലങ്കേരിയിൽ ഓമന എന്ന ഒരു തൊഴിലാളി തൊഴിലുറപ്പിന് പോകുന്ന തൊഴിലാളിയാണ്. തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് അവരൊരു റോഡിൻ്റെ കാന വൃത്തിയാക്കുകയാണ്. ഡ്രെയിനേജ് വൃത്തിയാക്കുമ്പോൾ തൂമ്പെടുത്ത് കളച്ചപ്പോൾ എന്തോ സാധനത്തിൽ തട്ടി പൊട്ടി. ബോംബായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. ബോംബ് പൊട്ടി. അവർ ഇരിട്ടി ആശുപത്രിയിലായിരുന്നു. ചാനലുകൾ അവരുടെ ഈ പരിക്ക് പറ്റിയ അവസ്ഥ, പിന്നീട് തൊഴിലുറപ്പിന് പോകാൻ പറ്റാത്ത അവസ്ഥ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. പാനൂരിൽ തന്നെ അമാവാസി എന്ന അന്യസംസ്ഥാന ബാലൻ, അദ്ദേഹത്തിന് കളിക്കുന്നതിനിടയിൽ ആ കുട്ടിയാണ് അമാവാസി, കളിക്കുന്നതിനിടയിൽ ഒരു ചെറിയൊരു പാത്രം കിട്ടി. ആ പാത്രം തുറക്കാൻ വേണ്ടി അമ്മ കാളിയുടെ എടുത്തു കൊടുത്തു. അമ്മ നോക്കിയിട്ട് തുറക്കാൻ പറ്റിയില്ല. ഈ ബാലൻ തന്നെ അത് കുത്തിപ്പൊട്ടിച്ചു. ആ കുത്തിപ്പൊട്ടിക്കുന്നതിനിടയിൽ സ്ഫോടനം ഉണ്ടായി. അവൻ്റെ കണ്ണും കൈയുമാണ് പോയത്. പിന്നീട് നാട്ടുകാരെ പിരിവെടുത്തിട്ടാണ് ഈ അമാവാസിയെ ചികിത്സിച്ച് അല്പമെങ്കിലും ഒരു ഭേദമുണ്ടായത്. ആ കുട്ടിക്കാണ് നമ്മളുടെ സുഗതകുമാരി ടീച്ചർ പൂർണ്ണചന്ദ്രൻ എന്ന് പേര് വിളിച്ചത്. ഈ അമാവാസി എന്ന കുട്ടിക്കാണ്. ഒറ്റപ്പെട്ട സംഭവമല്ല. പാനൂരിൽ ഒരു സ്കൂൾ അധ്യാപകൻ, CPM പ്രവർത്തകനായ ഒരു സ്കൂൾ അധ്യാപകൻ, നമുക്കെല്ലാം അറിയുന്ന ഒരു സ്കൂൾ അധ്യാപകൻ, അദ്ദേഹം സ്കൂളിൻ്റെ സ്റ്റാഫ് റൂമിൽ കൊണ്ടേ ബാഗ് വെച്ചു. ബാഗ് ആരോ തട്ടിയിട്ട് താഴെ വീണു. ആ ബാഗിൽ നിന്ന് ബോംബ് പൊട്ടി. ഒരു അധ്യാപകന്റെ ബാഗിൽ നിന്ന് ബോംബ് പൊട്ടുന്ന സംഭവം പാനൂരിലുണ്ടാകുന്നു. ചാവശ്ശേരിയിൽ ശ്രീധരൻ, ചാവശ്ശേരിയിലെ പടിക്കച്ചാലിലെ ശ്രീധരൻ എന്ത് ചെയ്തു? ശ്രീധരൻ്റെ വീടിനടുത്തൊരു ബോംബ് പൊട്ടി. ശ്രീധരൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ അങ്ങോട്ട് ഓടിച്ചെന്നു. അദ്ദേഹത്തിനും ആ സംഭവത്തിൽ വീണ്ടും ഏറുണ്ടായി. അദ്ദേഹത്തിന് പരിക്ക് പറ്റി, കാല് നഷ്ടപ്പെട്ടു. ഞാൻ പോയി കണ്ടതാണ് പടിക്കച്ചാലിലെ. എത്ര സംഭവങ്ങൾ. പെരിങ്ങത്തൂർ പാലത്തിനടിയിൽ ബോംബ് സൂക്ഷിച്ചിരുന്നു. ആ ബോംബാണ് ഒരു അന്യസംസ്ഥാനത്തെ ഒരു കുട്ടി എടുത്തിട്ട് അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി. എത്ര സംഭവങ്ങൾ. ഇരിട്ടിയിൽ ഒരു BJP പ്രവർത്തകൻ പട്ടാളത്തിൽ ജോലി കിട്ടിയപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് വീട്ടു പറമ്പിലോ മറ്റോ സൂക്ഷിച്ചിരുന്ന ബോംബ് എടുത്ത് നശിപ്പിക്കാൻ, നിർവീര്യമാക്കാൻ നോക്കി. അതിനെ എടുത്ത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ബോംബ് പൊട്ടി കണ്ണും കാലും നഷ്ടപ്പെട്ടു. പട്ടാളത്തിലെ ജോലി നഷ്ടപ്പെട്ടു. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല സാർ. നമുക്കെല്ലാം അറിയാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ കേരളം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള പാർലമെന്റ് ഇലക്ഷൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്, പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് പാനൂരിൽ
ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അഡ്മിറ്റഡ്ലി എവിഡൻലി തെളിഞ്ഞ കാര്യമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷെറിൻ ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി പരിക്കുപറ്റി മരണപ്പെട്ടത്. ഷെറിൻ മരണപ്പെട്ടു. പോലീസ് കേസ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു. ആദ്യം എന്തായിരുന്നു പാർട്ടിയുടെ നിലപാട്? ഒന്ന് മാഷെ ഡിവൈഎഫ്ഐനെ തള്ളി പറഞ്ഞു. പരിക്ക് പറ്റിയ ആൾ അവിടെ കൊണ്ടുപോയി. ആദ്യം കോഴിക്കോട്ടെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നീട് തലശ്ശേരിയിൽ നമുക്കെല്ലാം അറിയുന്ന CPM നിയന്ത്രണത്തിലുള്ള തലശ്ശേരി സഹകരണ ആശുപത്രിയിലാണ് പരിക്ക് പറ്റിയ ആളുകളെ രഹസ്യമായിട്ട് ചികിത്സിക്കുന്ന. നമുക്ക് പത്രക്കാർക്ക് കാണാൻ കഴിയില്ല, ചാനൽക്കാർക്ക് കാണാൻ കഴിയില്ല, ബന്ധുക്കൾക്ക് പോലും കാണാൻ കഴിയില്ല. പാർട്ടി നേതാക്കന്മാർ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചികിത്സ പോലും ക്രമീകരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ പാനൂർ ചെറ്റക്കണ്ടിയിൽ 2 CPM പ്രവർത്തകർ ഷൈജുവും സുബീഷും വർഷങ്ങൾക്ക് മുമ്പാണ് 2015 ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി അവർ മരിച്ചു. അവരുടെ കാര്യം അന്ന് സഭയിൽ സബ്മിഷനായിട്ട് അവതരിപ്പിച്ചത് ഞാനാണ്. CPM പ്രവർത്തകരാണെന്ന് അന്ന് നിഷേധിച്ചു. പിന്നീട് ഇപ്പോൾ ഉണ്ടായ സംഭവം എന്നാണ് നമ്മൾ കണ്ട കാര്യം. അവിടെ CPM സ്മാരകം നിർമ്മിച്ചു. രക്തസാക്ഷികളായി ഈ ഷൈജുവിനെയും സുബീഷിനെയും രക്തസാക്ഷികളായി പാർട്ടി പ്രഖ്യാപിക്കുകയും അവർക്ക് സ്മാരകം ഏർപ്പെടുത്തുകയും ആ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനത്തിന് ബഹുമാന്യനായ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ നോട്ടീസ് അടിക്കുകയും ചെയ്തു. വ്യാപകമായ പ്രതിഷേധമുയർന്നു. മാധ്യമങ്ങളിൽ അതിശക്തമായ പ്രതിഷേധമുയർന്നു. ഗോവിന്ദൻ മാസ്റ്റർ പോയില്ല, പകരം ജില്ലാ സെക്രട്ടറി MP ജയരാജൻ പോയി സ്മാരകം അവിടെ ഉദ്ഘാടനം ചെയ്തു. ഈ ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി മരിച്ചവർക്കാണ് സ്മാരകം. ബഹുമാനായ മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. കുടിയാമല ഇരിക്കൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്, എനിക്കും അറിയാം. കുടിയാമലയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പേര് ഞാൻ പറയുന്നു, KM ജോസഫിന്റെ വീട്ടിൽ ബോംബ് പൊട്ടി ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ. അന്ന് ബഹുമാനായ പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ആ സംഭവത്തെ തള്ളി പറഞ്ഞു. പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞു. ജില്ലാ കമ്മിറ്റി പ്രസ്താവന ഇറക്കി. പാർട്ടിക്ക് പങ്കില്ല, വീട് വൃത്തിയാക്കുന്നതിനിടയിലാണ്. പിന്നീട് 1 മാസത്തിനുള്ളിൽ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി അവിടെ പോയി ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് കുടുംബ സഹായ ഫണ്ട്, അവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ച് കുടുംബ സഹായ ഫണ്ട് നൽകി. നമുക്ക് ചർച്ച ചെയ്യാം സാർ, നമുക്ക് ചർച്ച ചെയ്യാം. നിഷേധിക്കാൻ കഴിയുമോ? എത്ര CPM പ്രവർത്തകരാണ്? കതിരൂർ പുല്ലിയോട് അങ്ങേക്കറിയാം. കതിരൂർ പുല്ലിയോട് ബോംബ് നിർമ്മിക്കുമ്പോൾ 2 CPM പ്രവർത്തകർ മരിച്ചു. കുടിയാമല ഞാനിവിടെ പറഞ്ഞു, ചെറ്റക്കണ്ടി പറഞ്ഞു. കൊളാരിയിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ ഒരു CPM പ്രവർത്തകൻ മരിച്ചു. കല്ലിക്കണ്ടിയിൽ ഇവിടെ പറഞ്ഞു. BJP കാര് മരിച്ചിട്ടുണ്ട്. ചെറുവാഞ്ചേരിയിലും പൊയിലൂരിലും BJP പ്രവർത്തകർ മരിച്ചിട്ടുണ്ട് ബോംബ് നിർമ്മിക്കുമ്പോൾ. P ജയരാജന്റെ എല്ലാം കേൾക്കാൻ പ്രയാസമുണ്ടാവും. മകന്റെ കയ്യിൽ P ജയരാജൻ നിങ്ങൾക്കറിയാമല്ലോ. P ജയരാജന്റെ മകൻ ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി അദ്ദേഹത്തിന് പരിക്ക് പറ്റി. ആദ്യം പറഞ്ഞു അത് വിഷുവിന് പടക്കം ഉണ്ടാക്കിയതാണ്. ചോദ്യം വന്നു, പത്രക്കാർ ചോദിച്ചു, നാട്ടുകാർ ചോദിച്ചു, ഞങ്ങൾ ചോദിച്ചു, വിഷുവിന് പടക്കം ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം 10-15 കൊല്ലം മുമ്പുള്ള ചരിത്രം പറയലാണ്. 10-15 മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. 10-15 മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. അടിയന്തര വിഷയങ്ങൾ പറയാം. അല്ല 20 കൊല്ലം മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. നോ 20 അങ്ങനെയെങ്കിൽ 60 കൂടി ചരിത്രം പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ചരിത്രം പറയാനല്ല അടിയന്തര പ്രമേയം. പറ ബഹുമാനപ്പെട്ട അംഗം പറ. സാറേ ഇത് കേൾക്കാൻ CPM ബെഞ്ചുകളിൽ ഇത് കേൾക്കാൻ സഹിഷ്ണുതയോടെ കേൾക്കാൻ അവർ കഴിയില്ല. CPM സംസ്ഥാന കമ്മിറ്റി വരെയാണല്ലോ, അവിടെ ചർച്ച ചെയ്യണം ഈ കാര്യങ്ങൾ. സണ്ണി ജോസഫ് ഇവിടെ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമോ എന്ന് പരിശോധിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങൾ അതിനെ വേദിയാക്കണം. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ അതിന് തയ്യാറാകണം. ഇവിടെ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ചർച്ചയ്ക്കാണ് ആവശ്യപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സാർ കക്കട്ടിൽ RMB പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞു. CPM പ്രവർത്തകർ തന്നെ. മണിയൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞു. കൂത്തുപറമ്പിൽ വനിതാ ലീഗിന്റെ പ്രവർത്തകർക്കെതിരെ വീടിന് നേരെ ബോംബെറിഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഒരു പ്രതിയെയും പിടിച്ചിട്ടില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം പാനൂരിൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ മൻസൂർ എന്ന മുസ്ലിം ലീഗ് പ്രവർത്തകനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തി CPM പ്രവർത്തകർ. അപ്പോൾ CPM ഇത് മുഖ്യമന്ത്രി പറഞ്ഞതിന് അപ്പുറത്ത്
ഇത് CPM-ന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതലായിട്ട് ബോംബ് നിർമ്മാണം നടക്കുന്നത്. വളരെ തെളിഞ്ഞ കാര്യമാണ്, പ്രകടമായിട്ടുള്ള കാര്യമാണ്. ഈ പ്രതികൾക്കെല്ലാം ഒത്താശ ചെയ്യുന്നു, പാർട്ടി നേതൃത്വമാണ് ഒത്താശ ചെയ്യുന്നത്. ഫണ്ട് കൊടുക്കുന്നു, സ്മാരകങ്ങൾ നിർമ്മിക്കുന്നു, കേസുകൾ ഇല്ലാതാക്കുന്നു, തെളിവുകൾ നശിപ്പിക്കുന്നു, പോലീസിനെ നിർവീര്യമാക്കുന്നു. സാർ, ഒരുപാട് സംഭവങ്ങളിൽ പോലീസ് ബോംബ് കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു നിരവധി സംഭവങ്ങളിൽ. ഞങ്ങളുടെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടിയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലളിതമായ ചോദ്യം, ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഈ ബോംബ് എവിടെ വെച്ച് നിർമ്മിച്ചു, ആര് നിർമ്മിച്ചു? കതിരൂരിൽ നമുക്കറിയാം, ഒരു തോടിന് കുറുകയായിട്ട് ഒരു ഷെഡ് പോലെ ഉണ്ടാക്കി, ഒരു കുടില് പോലെ ഉണ്ടാക്കിയിട്ട് പാലം വെച്ച് കുടില് പോലെ ഉണ്ടാക്കി ഞാൻ പോയി കണ്ട സ്ഥലമാണ്. ഇപ്പോൾ ഷാഫി ഇന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇന്നലെ DCC പ്രസിഡന്റ് പോയി കണ്ടു, തലശ്ശേരിയിലെ എരഞ്ഞോളിയിലെ സ്ഥലത്തേക്ക്. അവിടെ തോടിന് പാലം പോലെ ഉണ്ടാക്കി, കുടില് പോലെ അതിൽ കെട്ടി, അവിടെ വെച്ചാണ് ബോംബുണ്ടാക്കിയത്. അവിടെ പയ്യൻ പരിക്ക് പറ്റിയ കൈ പോയ അങ്ങേക്കറിയാം, നന്നായിട്ടറിയാം. ആ പയ്യൻ്റെ വീടടി മാഹിയില. തലശ്ശേരിയിലെ കതിരൂരിൽ വന്ന് ഈ ബോംബ് മാഹിക്കാരൻ വന്ന് കെട്ടണമെങ്കിൽ അതിന് നേതൃത്വത്തിൻ്റെ ഒത്താശയുണ്ട്, പണമുണ്ട്, സാധന സാമഗ്രികൾ നൽകുന്നുണ്ട്, പ്രോത്സാഹനം നൽകുന്നുണ്ട്, ഗൂഢാലോചന നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഭവങ്ങളിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ഇതാരെ ലക്ഷ്യം വെച്ചാണ് ഈ ബോംബുകൾ നിർമ്മിക്കുന്നത്? ആർക്ക് നേരെ എറിയാനാണ്? ഷെറിൻ മരിച്ച സംഭവത്തിൽ, കൂത്തുപറമ്പ് തെരഞ്ഞെടുപ്പിൽ, വടകര തെരഞ്ഞെടുപ്പിൽ ആർക്കെതിരെ ഉപയോഗിക്കാനാണ് ഈ ബോംബ് നിർമ്മിച്ചത്? അതുകൊണ്ടാണ് സാർ ഷാഫി പറമ്പിൽ പറഞ്ഞത്, എന്താ പറഞ്ഞത്? AK ബാലൻ വേവലാതിപ്പെട്ടു, ഈ ചിഹ്നം നഷ്ടപ്പെട്ടാൽ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ചിഹ്നമാകേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞത്, അങ്ങനെ പോയാൽ, ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കാം എന്ന് നിങ്ങളെ ആക്ഷേപിച്ച് പറയേണ്ടതായിട്ട് വന്നു. പാർട്ടി ആക്ഷേപിച്ച് പറയേണ്ടതായിട്ട്. അത്തരത്തിൽ നിങ്ങൾ ബോംബ് നിർമ്മാണം നിങ്ങൾ ആയുധമാക്കുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിനെ ന്യായീകരിക്കുന്നു, കേസുകളിൽ നിന്ന് പ്രതികൾക്ക് രക്ഷ നൽകുന്നു, അതിന് പണം നൽകുന്നു, രക്തസാക്ഷികളെ നിങ്ങൾ പ്രഖ്യാപിച്ച് സൃഷ്ടിക്കുന്നു, അതിനെ ബഹുമതിയാക്കി മാറ്റുന്നു. അത് അവസാനിപ്പിക്കണം. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം, ബോംബ് നിർമ്മാണം തടയണം, യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, പരിക്ക് പറ്റി മരണപ്പെട്ട വേലായുധൻ്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം. ഈ കാര്യം ഏറ്റവും ഗൗരവമേറിയതാണ്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം.